അതിഥികളെ ശ്രീ വി ആർ അനൂപ്, ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചിപ്പോൾ ബീഹാറിൽ ഇത്രയധികം ഒച്ച വെച്ചിട്ട്, ബീഹാർ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് തന്നെ വാർത്താ സമ്മേളനം നടത്തി ഹരിയാനയിലെ അട്ടിമറി വിശദീകരിച്ചിട്ട് ഒന്നും ഉണ്ടായില്ല. SCRൽ ലക്ഷക്കണക്കിന് ആളുകളെ ബീഹാറിൽ നിന്ന് പുറത്താക്കി എന്ന് നാട് മുഴുവൻ നടന്ന് ക്യാമ്പയിൻ ചെയ്തിട്ട് തെരഞ്ഞെടുപ്പ് തോൽവി മാത്രമാണ് ഫലം, പരിഹാസം മാത്രമാണ് അതിനുശേഷമുണ്ടായ ഫലം. ഇനി പ്രതിപക്ഷത്തിന് മുമ്പിൽ ഇനി എന്ത് ചെയ്യാനാണ്? ജനങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, ജനങ്ങൾക്ക് വോട്ടില്ല. നിങ്ങൾ പറയുന്നത് കേട്ട് വോട്ട് ചെയ്യാനാണെങ്കിൽ അവർക്ക് വോട്ടില്ല. 16 ലക്ഷം പേര് പുറത്താണ്. നിങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കാൻ ആവശ്യമായ ഒന്നും നിലനിൽക്കുന്നില്ല. ഇനി മുമ്പിൽ കാണുന്നത് മുഴുവൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് തോൽവികളാണ്. അടുത്ത് ബംഗാൾ പിടിക്കുമെന്ന് പറയുന്നു, അവിടെ മമത മാത്രം കിടന്ന് ഒച്ചെടുക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്, അവിടെ അവരോടൊപ്പം ആരുമില്ല. ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള പ്രതിപക്ഷം, നിങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്, നിങ്ങളെ കേൾക്കാൻ പോലും ആരുമില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിൻ്റെ മർമ്മം എന്താണ്? ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന ആ നിയമ ഭേദഗതി, പുതിയ നിയമം, അത് ഒരു വെല്ലുവിളിയാണ്. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ജുഡീഷ്യൽ പ്രോസസ്സിന് വിധേയമാക്കാൻ പറ്റാത്ത ഇമ്മ്യൂണിറ്റി നൽകുന്ന നിയമ ഭേദഗതി, അതൊരു പ്രശ്നമാണ്. അതായത് ഈ നിയമനിർമ്മാണങ്ങൾ തന്നെയാണ് പ്രശ്നം, പുതിയ നിയമനിർമ്മാണങ്ങൾ തന്നെയാണ് പ്രശ്നം. എന്ത് ചെയ്യാനാണ് നിങ്ങൾ? പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, അത് ആളുകൾക്ക് പ്രതിസന്ധിയാണ്. ഇതിനെ പക്ഷേ കേവലം തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ പേരിലോ ജയത്തിന്റെ പേരിലോ വിലയിരുത്താനാവില്ല. കോൺഗ്രസ് അതിനെ കാണുന്നതേ അങ്ങനെയല്ല. ഇപ്പൊ ബീഹാർ പോലൊരു സംസ്ഥാനത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നമായി തെരഞ്ഞെടുപ്പിന്റെ ഈ പരമാധികാരം, ഇലക്ഷൻ കമ്മീഷന്റെ പരമാധികാരവും സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് എന്ന് ഉന്നയിക്കുന്നത് തന്നെ അത് കേവലം ബീഹാർ ജയിക്കുക എന്നുള്ള അജണ്ട മുൻനിർത്തിയല്ലോ. ഇതൊരു വലിയ പ്രശ്നവൽക്കരിക്കുകയാണ്. ഇവിടെ സത്യത്തിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി രാഷ്ട്രീയ വ്യക്തതയോടുകൂടി ഒരു കാര്യം അവതരിപ്പിക്കുകയാണ്. ഇതൊരു പുതിയ രൂപത്തിലുള്ള വംശഹത്യ തന്നെയാണ്. വംശഹത്യയെ കുറിച്ചുള്ള പരമ്പരാഗത സങ്കല്പം എന്ന് പറയുന്നത് തെരുവിൽ ആളുകളെ വെട്ടിനിരത്തി ചോരയെടുക്കുന്നതാണെങ്കിൽ ഇവിടെ ചുവപ്പ് മഷി കൊണ്ട് ആളുകളെ വെട്ടിനിരത്തുകയാണ്. അവർ പൗരന്മാരല്ലാതാവുകയാണ്. വലിയൊരു വിഭാഗം ജനങ്ങളെ ഭീതിയിലേക്ക് തള്ളിവിടുകയാണ്. ഇപ്പോ കഴിഞ്ഞ പൗരത്വ സമരകാലത്ത് നമ്മൾ കേട്ടത് ആസാമിൽ മുൻ രാഷ്ട്രപതിയുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പൗരത്വം നിഷേധിക്കപ്പെട്ടു എന്നാണെങ്കിൽ ആലപ്പുഴയിൽ കോൺഗ്രസിന്റെ MLA ആയിരുന്ന ഷുക്കൂറിന് അദ്ദേഹത്തിന്റെ കുടുംബാംഗം വോട്ടിലാണ്. ഇതൊക്കെ കേരളത്തിന് പുറത്ത് സംഭവിക്കുന്ന കാര്യങ്ങളായി ഇന്നലകളിൽ നമ്മളുടെ ഒരു അമിത ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇപ്പൊ ആലപ്പുഴയിൽ ഷുക്കൂർ ആണെങ്കിലും ഈ പറയുന്ന ആസാമിലെ മുൻ രാഷ്ട്രപതി ആണെങ്കിലും അതിനൊരു പൊതു ഘടകമുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പൊ ഇത്തരം വളരെ കൃത്യമായി പറഞ്ഞാൽ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഭീതിയിലേക്ക് തള്ളിവിടുന്ന പ്രശ്നത്തെ ഈ കേവലം കോൺഗ്രസ് എന്ത് ചെയ്തു എന്നൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കും. പക്ഷെ കോൺഗ്രസ് മാത്രമായി ഇത്തരം ഒരു സമഗ്രാധിപത്യ ഘടനയുള്ള ഒരു പ്രത്യയശാസ്ത്രം നേതൃത്വത്തിൽ ഭരണകൂടത്തെ കോൺഗ്രസിന്റെ പരിമിതി എന്നതിനേക്കാൾ ജനാധിപത്യം വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസ് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ ഇത്ര ക്ലാരിറ്റിയോടുകൂടി വളരെ കൃത്യമായി പ്രശ്നം ഉന്നയിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. അതിന് വലിയ തോതിലുള്ള പിന്തുണ കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മാത്രമല്ല, സിവിൽ സൊസൈറ്റിയുടെ ഒക്കെ നേടിക്കൊണ്ട് ഈ പ്രശ്നത്തെ ഇന്ത്യയിൽ മാത്രമല്ല ഒരു ലോക സമക്ഷ അവതരിപ്പിക്കാൻ കോൺഗ്രസ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒറ്റയ്ക്ക് കോൺഗ്രസ് നേരിടേണ്ട ഒരു പ്രശ്നമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു വശത്ത് ഈ രാജ്യത്തെ ഭരണഘടന അട്ടിമറിക്കുന്നവരും മറുവശത്ത് ഭരണഘടന സംരക്ഷിക്കപ്പെടണം, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് കരുതുന്നവരും തമ്മിലുള്ള ഒരു നിരന്തര പോരാട്ടമാണ്. അതിന്റെ ഒരു ഭാഗത്ത് തീർച്ചയായും കോൺഗ്രസ് ഉണ്ട്. അതിനെ കോൺഗ്രസിന്റെ മാത്രം പ്രതിസന്ധിയായി കാണുന്ന അർത്ഥമില്ല. പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് രാജ്യത്തിന്റെ പ്രതിസന്ധിയാണ്, നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രതിസന്ധിയാണ്, നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്ക് നേരിടുന്ന പ്രതിസന്ധിയാണ്. ആ തരത്തിൽ തന്നെ വേണം ഇതിനെ കാണാൻ. ശരി നിതീഷ്.